ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം രാജ്യത്ത് ഊർജിതമാക്കി. ഒന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറ്റന്നാൾ പുറപ്പെടുവിക്കും. 21 സംസ്ഥാനങ്ങളിലെ 102 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ്. ബീഹാർ ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഈ മാസം 27 വരെയാണ്. പത്രികയുടെ സൂക്ഷ്മ പരിശോധന 28-ന് നടക്കും. പത്രികകൾ 30 വരെ പിൻവലിക്കാവുന്നതാണ്. ബീഹാറിൽ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി 20 വരെയും സൂക്ഷ്മ പരിശോധന 30-നുമാണ്. ഏപ്രിൽ 19-നാണ് ഒന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ ജൂൺ 4-ന് നടക്കും. ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീണ്ടും സംസ്ഥാനത്തെത്തും. പാലക്കാട് നഗരത്തിൽ പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തും. രാവിലെ 10 മണിയോടെ ആരംഭിക്കുന്ന റോഡ് ഷോയുടെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ കേരള സന്ദർശനമാണിത്. ഇന്ന് കോയമ്പത്തൂരിലും ശിവമോഗയിലും പ്രധാനമന്ത്രി പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അനാവശ്യ വിവാദമുണ്ടാക്കാൻ ലക്ഷ്യമിട്ട് തന്റെ ശക്തി പരാമർശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെറ്റായി വ്യാഖ്യാനിച്ചുവെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു. തന്റെ വാക്കുകൾ അദ്ദേഹം നിരന്തരം വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണെന്നും ശ്രീ രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. കർണാടകയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുമായി ബന്ധപ്പെട്ട് ബിജെപിയോടുള്ള അതൃപ്തി വ്യക്തമാക്കി സഖ്യകക്ഷിയായ ജനതാദൾ എസ്. പ്രധാനമന്ത്രിയുടെ ശിവമോഗ സന്ദർശനത്തിൽ മുതിർന്ന ജെഡിഎസ് നേതാക്കളായ ദേവഗൌഡയെയും കുമാരസ്വാമിയെയും ക്ഷണിക്കാത്തതിൽ പാർട്ടി കോർ കമ്മിറ്റി നേതാക്കൾ അതൃപ്തി അറിയിച്ചു. കർണാടകയിൽ 5 ലോക്സഭാ സീറ്റുകൾ ജെഡിഎസിന് നൽകാമെന്ന് ബിജെപി മുൻപ് അറിയിച്ചിരുന്നെങ്കിലും ഇതുവരെ ഹാസൻ, മാണ്ഡ്യ സീറ്റുകൾ മാത്രമാണ് നൽകിയതെന്നും പാർട്ടി നേതൃത്വം ചൂണ്ടിക്കാട്ടി. ഇലക്ടറൽ ബോണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും മാർച്ച് 21-നകം വെളിപ്പെടുത്താൻ എസ്ബിഐക്ക് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. ബോണ്ട് വാങ്ങിയവരെയും സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടിയെയും ബന്ധിപ്പിക്കുന്ന തിരിച്ചറിയൽ നമ്പരടക്കം വെളിപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിവരങ്ങൾ സമ്പൂർണ്ണമായും വെളിപ്പെടുത്തണമെന്ന കാര്യത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് ഒരു സംശയത്തിന്റെയും ആവശ്യമില്ലെന്നും ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് വ്യക്തമാക്കി. എല്ലാ വിവരങ്ങളും വെളിപ്പെടുത്തിയെന്ന സത്യവാങ്മൂലം മാർച്ച് 21-ന് വൈകുന്നേരം 5 മണിക്ക് മുൻപ് സമർപ്പിക്കണമെന്നും എസ്ബിഐ ചെയർമാനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. രാജ്യത്തെ ഉന്നത സാഹിത്യ പുരസ്കാരങ്ങളിലൊന്നായ സരസ്വതി സമ്മാൻ പുരസ്കാരം കവി പ്രഭാവർമ്മയ്ക്ക്. രൌദ്ര സാത്വികം എന്ന കൃതിക്കാണ് പുരസ്കാരം. കെ ബിർള ഫൌണ്ടേഷനാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷമാണ് മലയാള സാഹിത്യത്തെ തേടി ഈ അംഗീകാരം എത്തുന്നത്. പുരസ്കാര നേട്ടത്തിൽ പ്രഭാവർമ്മയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിനന്ദിച്ചു. കേരളത്തിനാകെ അഭിമാനം പകരുന്ന നേട്ടമാണിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മലയാള സാഹിത്യത്തിന് ഇനിയുമേറെ സംഭാവനകൾ നൽകാൻ പ്രഭാവർമ്മയ്ക്ക് സാധിക്കട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. തുറമുഖ വകുപ്പിന് കീഴിലുള്ള കേരള മാരിടൈം ബോർഡ് പാസഞ്ചർ ക്രൂയിസ് ഷിപ്പ് ഓപ്പറേഷൻ മേഖലയിലെ സംരംഭകരുമായി ഈ മാസം 27-ന് കൊച്ചിയിൽ ആശയവിനിമയം നടത്തും. പങ്കെടുക്കാൻ താൽപര്യമുള്ള സംരംഭകർക്ക് കേരള മാരിടൈം ബോർഡിന്റെ വെബ്സൈറ്റിലൂടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ശബരിമലയിൽ 3ാം ഉത്സവ ദിനമായ ഇന്ന് ഉത്സവബലി ചടങ്ങുകൾ നടന്നു. 24-ന് ശരംകുത്തിയിലേക്ക് പള്ളിവേട്ട എഴുന്നള്ളത്ത് നടക്കും. പൈങ്കുനി ഉത്രം നാളായ 25-ന് ഉച്ചയ്ക്ക് 11:30-നാണ് പമ്പയിൽ ആറാട്ട് നടക്കുക. ഉത്സവത്തോടനുബന്ധിച്ച് ദിവസവും കൊടിമര ചുവട്ടിലും ആറാട്ട് ദിനമായ 25-ന് പമ്പയിലും പറ വഴിപാട് നടത്താനാകുമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. 10 ജില്ലകളിൽ ഈ മാസം 20 വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പാലക്കാട്, കൊല്ലം ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയം, പത്തനംതിട്ട, തൃശൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ചിക്കൻ പോക്സ് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. വെരിസെല്ല സോസ്റ്റർ എന്ന വൈറസാണ് ചിക്കൻ പോക്സിന് കാരണമാകുന്നത്. ചിക്കൻ പോക്സ് മൂലമുണ്ടാകുന്ന കുമിളകളിലെ ദ്രവങ്ങളിലൂടെയും രോഗബാധയുള്ളവർ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ചുറ്റും തെറിക്കുന്ന കണങ്ങളിലൂടെയും അണുബാധ പകരാം. ചിക്കൻ പോക്സ് വൈറസിന്റെ ഇൻക്യുബേഷൻ സമയം 10 മുതൽ 21 ദിവസം വരെയാണ്. ശരീരത്തിൽ കുമിളകൾ പൊന്തി തുടങ്ങുന്നതിന് 2 ദിവസം മുൻപ് മുതൽ അവ ഉണങ്ങി പൊറ്റയാകുന്ന ദിവസം വരെ അണുബാധ പകരാമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.